ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് വിവർ. ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള 5 മത്സര പരമ്പരയിലെ മൂന്നാമത്തെ മത്സരമാണ് ഇന്ന് വൈകുന്നേരം 4:30 നടക്കുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ ഇരു ടീമുകളും ഓരോ പോയിൻറ്റുകൾ നേടി സമനിലയിലാണ്. ആദ്യ മത്സരം സിംബാബ്വെ 13 റൺസിന് വിജയിച്ചപ്പോൾ രണ്ടാമത്തെ മത്സരം ഇന്ത്യ 100 റൺസിന് വിജയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗില്ലും ടീമംഗങ്ങളും മൂന്നാമത്തെ മത്സരം വിജയിച്ച് ലീഡ് നിലനിർത്താനാകും ലക്ഷ്യമിടുക. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് ജയ്സ്വലും സഞ്ജു സാംസണും ദുബൈയും കൂടി ടീമിലെത്തിയപ്പോൾ ടീം കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് വിശ്വാസം. ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ചിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അത് ഒരു ബാലൻസ്ഡ് പിച്ചാണ്. അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻമാരെയും ബൗളർമാരെയും ഒരുപോലെ അനുകൂലിക്കുന്ന പിച്ച് തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ അത് സ്പിന്നേഴ്സിന് കൂടുതൽ അനുകൂലമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും വിജയം അത്ര എളുപ്പമാകില്ല എന്നാണ് അറിയുന്നത്. എന്നാൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-നെ കുറിച്ച് നോക്കുകയാണ് എങ്കിൽ ശുഭൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായും ജയ്സ്വലിന് 1 ഡൗണായി ഇറങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഗെയ്ക്വാഡിൻ്റെ പൊസിഷൻ 4th പൊസിഷനിലേക്ക് മാറും. ശിവൻ ദുബെ 5th പൊസിഷനിൽ കളിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. കാരണം ഇന്ത്യക്ക് ആ കൂടെ 3 ബൗളേഴ്സേ ഉള്ളൂ. മുകേഷ് കുമാർ, ആവേശ് ഖാൻ, രവി ബിഷ്ണോയ്. 4ാമതൊരു ബൗളർ വരുന്നത് വാഷിങ്ടൺ സുന്ദറാണ്. അതുപോലെ തന്നെ ഒരു 5ാമതൊരു ബൗളർ എന്ന് പറയാനായിട്ട് അഭിഷേക് ശർമ്മയ്ക്കോ ശിവൻ ദുബയ്ക്കോ ആകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലവിലെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിവൻ ദുബയ്ക്ക് പകരം ഖലീൽ അഹമ്മദിനെ കളിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഡി ജുറലിന് പകരം എന്തായാലും സഞ്ജു സാംസൺ തന്നെയാകും വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ റിങ്കു സിംഗ് ആകും അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ പ്ലേയിങ് 11 പ്രെഡിക്റ്റഡ് ഇങ്ങനെയാണ്: ശുഭൻ ഗിൽ, അഭിഷേക് ശർമ്മ, ജയ്സ്വൽ, ഗെയ്ക്വാഡ്, ശിവൻ ദുബെ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, വാഷിങ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ. ഇതിൽ ശിവൻ ദുബയ്ക്ക് പകരം ചിലപ്പോൾ ഖലീൽ അഹമ്മദാവും കളിക്കുക. എന്നാൽ സിംബാബ്വേയുടെ പ്ലേയിങ് 11-ൽ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം അവരുടെ അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത് തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ടീമിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സിംബാബ്വെ ഈ ഒരു പ്ലേയിങ് 11 വെച്ച് തന്നെ ഇറങ്ങാനാണ് സാധ്യത. സിക്കന്ദർ റാസെ ആയിരിക്കും അവരുടെ ക്യാപ്റ്റൻ. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.